ഹായ് എവരി വൺ, വെൽക്കം ടു ലേൺ ടു സ്റ്റഡി. ലാസ്റ്റ് വീഡിയോയിൽ നമ്മൾ സിംഗിൾ എൻട്രി സിസ്റ്റത്തിലെ ക്യാപിറ്റൽ കമ്പാരിസൺ മെത്തേഡ് ഓർ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫെയർ മെത്തേഡിലൂടെ എങ്ങനെയാണ് പ്രോഫിറ്റ് ഓർ ലോസ് ഫൈൻഡ് ഔട്ട് ചെയ്യുക എന്നുള്ളതാണ് നോക്കിയത്. ദെൻ അവിടെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അപ്പോൾ ക്യാപിറ്റൽ കമ്പാരിസൺ മെത്തേഡ് അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമുക്ക് ക്യാപിറ്റലിൻ്റെ ഡീറ്റെയിൽസ് മാത്രമേ തന്നിട്ടുണ്ടാവുള്ളൂ, എക്സ്പെൻസസോ അല്ലെങ്കിൽ ഇൻകംസോ ഒന്നും തന്നിട്ടുണ്ടാവില്ല. അപ്പോൾ ഇവിടെ നമ്മളൊരു നോട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ദാറ്റ് ഈ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫെയർ മെത്തേഡ് നമ്മൾ അഡോപ്റ്റ് ചെയ്യുന്ന സമയത്ത് ഡീറ്റെയിൽസ് ഓഫ് പർച്ചേസ്, അതേപോലെ തന്നെ സെയിൽസ്, നോമിനൽ അക്കൗണ്ട്സിൻ്റെ ഇൻഫോർമേഷനൊന്നും തന്നിട്ടുണ്ടാവരുത്. അപ്പോൾ അതിൻ്റെയൊക്കെ ഇൻഫോർമേഷൻ തന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ വേറൊരു മെത്തേഡാണ് അപ്ലൈ ചെയ്യുന്നത്. ആ മെത്തേഡാണ് ഈ വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഓക്കെ, പ്രിപ്പറേഷൻ ഓഫ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ഓർ ലോസ് വെൻ എക്സ്പെൻസസ് ആൻഡ് ഇൻകംസ് ആർ ഗിവൻ. ഇപ്പോൾ നമുക്ക് എക്സ്പെൻസസും ഇൻകംസും തന്നിട്ടുണ്ടെങ്കിൽ സിംഗിൾ എൻട്രി സിസ്റ്റത്തിലൂടെ എങ്ങനെയാണ് പ്രോഫിറ്റ് അല്ലെങ്കിൽ ലോസ് നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ അസർട്ടൈൻ ചെയ്യുന്നത്. ദെൻ വെൻ എക്സ്പെൻസസ് ആൻഡ് ഇൻകംസ് ആർ ഗിവൻ ദേ ഷുഡ് ബി അഡ്ജസ്റ്റഡ് ഇൻ ദി ഗ്രോസ് പ്രോഫിറ്റ് ഓർ ഗ്രോസ് ലോസ് ടു ഫൈൻഡ് ഔട്ട് നെറ്റ് പ്രോഫിറ്റ് ഓർ നെറ്റ് ലോസ്. അപ്പോൾ എക്സ്പെൻസും ഇൻകവും തന്നിട്ടുണ്ടെങ്കിൽ ആ തന്നിട്ടുള്ള എക്സ്പെൻസും ഇൻകവും നമ്മൾ ഗ്രോസ് പ്രോഫിറ്റിൽ അല്ലെങ്കിൽ ഗ്രോസ് ലോസിൽ അഡ്ജസ്റ്റ് ചെയ്യണം. എങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റുള്ളൂ, നെറ്റ് പ്രോഫിറ്റ് അല്ലെങ്കിൽ നെറ്റ് ലോസ് ഫൈൻഡ് ഔട്ട് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളൊരു പ്രൊസീജിയർ ഫോളോ ചെയ്യണം. ആ പ്രൊസീജിയറാണ് താഴെ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതിൽ ഒന്നാമത്തെ പ്രൊസീജിയർ എന്താണ്, എക്സ്പെൻസസ് സച്ച് ആസ് പ്രൊപ്പറേറ്റർ സാലറി, ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ, ഇൻകം റിസീവ്ഡ് ഇൻ അഡ്വാൻസ്, ബാഡ് ഡെബ്റ്റ്സ്, ഡിസ്കൗണ്ട് അലൗഡ്, ഡിപ്രിസിയേഷൻ, റിസർവ് ഫോർ ഡിസ്കൗണ്ട് ഓൺ ഡെപ്റ്റേഴ്സ്, ഔട്ട്സ്റ്റാൻഡിംഗ് എക്സ്പെൻസസ് എക്സെട്ര ഷുഡ് ബി ഡിഡക്റ്റഡ് ഫ്രം ദി ഗ്രോസ് പ്രോഫിറ്റ്. അപ്പോൾ ഒന്നാമത്തെ പ്രൊസീജിയർ എന്ന് പറയുന്നത് അല്ലെങ്കിൽ സ്റ്റെപ്പ് എന്ന് പറയുന്നത്, എക്സ്പെൻസസ് നമുക്ക് തന്നിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ ഗ്രോസ് പ്രോഫിറ്റിൽ നിന്ന് എന്ത് ചെയ്യണം, ഡിഡക്റ്റ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഗ്രോസ് ലോസ് ആണെന്നുണ്ടെങ്കിലോ ഈ എക്സ്പെൻസസ് നമ്മൾ ആഡ് ചെയ്യണം. ദെൻ ഇഫ് ദർ ഈസ് ഗ്രോസ് ലോസ് ദെൻ ദീസ് എക്സ്പെൻസസ് ഷുഡ് ബി ആഡഡ് ടു ദി ഗ്രോസ് ലോസ്. അപ്പോൾ ഗ്രോസ് ലോസിൻ്റെ കൂടെ ആ എക്സ്പെൻസസ് നമ്മൾ ആഡ് ചെയ്യണം. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, എക്സ്പെൻസസ് നമ്മൾ ഗ്രോസ് പ്രോഫിറ്റിൽ നിന്ന് ഡിഡക്റ്റ് ചെയ്യണം. ദെൻ ഗ്രോസ് ലോസ് ആണെങ്കിൽ എക്സ്പെൻസസ് നമ്മൾ ആഡ് ചെയ്യണം. ഇനി രണ്ടാമത്തെ സ്റ്റെപ്പ് എന്താ പറയുന്നത്, ഇൻകത്തിൻ്റെ കേസാണ്. അപ്പോൾ എക്സ്പെൻസ് നമ്മൾ പറഞ്ഞു. ദെൻ സെക്കൻഡ് കേസ് വരുന്നത് ഇൻകാണ്. ഇൻകാണെന്നുണ്ടെങ്കിൽ ദാറ്റ് ഈസ് ഇൻകംസ് സച്ച് ആസ് ഡിസ്കൗണ്ട് റിസീവ്ഡ്, ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ്, റിസർവ് ഫോർ ഡിസ്കൗണ്ട് ഓൺ ക്രെഡിറ്റേഴ്സ്, പ്രീപെയ്ഡ് എക്സ്പെൻസസ്, ഔട്ട്സ്റ്റാൻഡിംഗ് ഇൻകംസ് എക്സെട്ര ഷുഡ് ബി ആഡഡ് ടു ദി ഗ്രോസ് പ്രോഫിറ്റ്. അപ്പോൾ ഇൻകാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഗ്രോസ് പ്രോഫിറ്റിൻ്റെ കൂടെ എന്ത് ചെയ്യണം, ആഡ് ചെയ്യണം. ദെൻ ഇഫ് ദർ ഈസ് ഗ്രോസ് ലോസ് ആണെന്നുണ്ടെങ്കിലോ അതിൻ്റെ ഓപ്പോസിറ്റ്, ദെൻ ദീസ് ഇൻകംസ് ഷുഡ് ബി ഡിഡക്റ്റഡ് ഫ്രം ദി ഗ്രോസ് ലോസിൽ നിന്ന് ഈ ഇൻകംസ് നമ്മൾ ഡിഡക്റ്റ് ചെയ്യണം. അപ്പം ഗ്രോസ് പ്രോഫിറ്റിൻ്റെ കൂടെ എക്സ്പെൻസസ് നമ്മൾ എന്ത് ചെയ്യുക, ഗ്രോസ് പ്രോഫിറ്റിൽ നിന്ന് ഡിഡക്റ്റ് ചെയ്യുക, ഇൻകംസ് നമ്മൾ ഗ്രോസ് പ്രോഫിറ്റിൻ്റെ കൂടെ ആഡ് ചെയ്യുകയും ചെയ്യുമ്പോൾ നമുക്ക് നെറ്റ് പ്രോഫിറ്റ് കിട്ടും. ഓക്കെ, ഇനി ഗ്രോസ് ലോസ് ആണെന്നുണ്ടെങ്കിൽ ഗ്രോസ് ലോസിൻ്റെ കൂടെ എക്സ്പെൻസസ് നമ്മൾ ആഡ് ചെയ്യുക, ഇൻകംസ് നമ്മൾ ഡിഡക്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഗ്രോസ് ലോസിൻ്റെ നെറ്റ് ലോസും കിട്ടും. ഓക്കെ, ഇനി അതിൻ്റെ ഒരു പ്രൊഫോമയാണ് നെക്സ്റ്റ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു പ്രൊഫോമ വെച്ചിട്ടാണ് നമ്മൾ ഇൻകം എക്സ്പെൻസും തന്നിട്ടുണ്ടെങ്കിൽ പ്രോഫിറ്റ് ഓർ ലോസ് അസർട്ടൈൻ ചെയ്യേണ്ടത്. അപ്പോൾ പ്രൊഫോമ നോക്കി നോക്കൂ, പ്രൊഫോമ ഓഫ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ഓർ ലോസ്. അപ്പോൾ നിങ്ങൾ ഈ പ്രൊഫോമ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സിംഗിൾ എൻട്രി സിസ്റ്റത്തിൽ പ്രോഫിറ്റ് അല്ലെങ്കിൽ ലോസ് ഫൈൻഡ് ഔട്ട് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, അത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പഠിച്ച മെത്തേഡ് ആണെന്നുണ്ടെങ്കിൽ, അതായത് ക്യാപിറ്റൽ കമ്പാരിസൺ മെത്തേഡ് ആണെന്നുണ്ടെങ്കിലും ദെൻ നമുക്ക് ഇൻകം എക്സ്പെൻസും ഒക്കെ തന്നിട്ടുള്ള രീതിയിൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിലും നമുക്ക് ഈസി ആയിട്ട് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഏതൊക്കെയാണ് ഇൻകം ഏതൊക്കെയാണ് എക്സ്പെൻസ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി വെക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയും നമ്മൾ ലാസ്റ്റ് വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളതാണ് ക്യാപിറ്റൽ കമ്പാരിസൺ മെത്തേഡ് അല്ലെങ്കിൽ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫെയർ മെത്തേഡിൻ്റെ പാർട്ടായിട്ട് വരുന്നതാണ്. അപ്പോൾ അതിൻ്റെ ബാലൻസ് നമുക്ക് ഇൻകം എക്സ്പെൻസും കൂടെ നമ്മൾ ഇതിൽ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് ഇൻകം എക്സ്പെൻസും തന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ എങ്ങനെയാണ് പ്രോഫിറ്റ് അല്ലെങ്കിൽ ലോസ് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത് എന്നുള്ളത് മനസ്സിലാക്കാനായിട്ട് പറ്റും. അല്ലെങ്കിൽ നമുക്ക് പ്രോഫിറ്റ് ഓർ ലോസ് ഫൈൻഡ് ഔട്ട് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, ഇപ്പോൾ പെർഫോം ഓഫ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ഓർ ലോസിൽ ആദ്യം നമ്മൾ സ്റ്റാർട്ട് ചെയ്യേണ്ടത് ക്ലോസിംഗ് ക്യാപിറ്റൽ തൊട്ടിട്ടാണ്. ക്ലോസിംഗ് ക്യാപിറ്റൽ എത്രയാണെന്നുള്ളത് നോക്കുക. ഈ ക്ലോസിംഗ് ക്യാപിറ്റലിൻ്റെ കൂടെ നമ്മൾ ഡ്രോയിങ്സ് ആഡ് ചെയ്യുക. അപ്പോൾ നമുക്ക് കിട്ടുന്ന എമൗണ്ടിൽ നിന്ന് അഡീഷണൽ ക്യാപിറ്റൽ എന്തെങ്കിലും നമ്മൾ എക്സ്ട്രാ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ അഡീഷണൽ ക്യാപിറ്റൽ ലെസ് ചെയ്യുക, ഡിഡക്റ്റ് ചെയ്യുക. അപ്പം നമുക്ക് കിട്ടുന്ന എമൗണ്ട് ആണ് എന്ത്, അഡ്ജസ്റ്റഡ് ക്ലോസിംഗ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. ഈ അഡ്ജസ്റ്റഡ് ക്ലോസിംഗ് ക്യാപിറ്റലിൽ നിന്ന് നമ്മൾ ഓപ്പണിംഗ് ക്യാപിറ്റൽ കുറക്കണം, ലെസ് ഓപ്പണിംഗ് ക്യാപിറ്റൽ. അപ്പം നമുക്ക് കിട്ടുന്നതാണ് ഗ്രോസ് പ്രോഫിറ്റ് അല്ലെങ്കിൽ ഗ്രോസ് ലോസ് എന്ന് പറയുന്നത്. ഇനി ഇവിടെ ഗ്രോസ് പ്രോഫിറ്റിൻ്റെ കേസാണ് തന്നിട്ടുള്ളത്. അപ്പം നമുക്ക് കിട്ടുന്നത് ഗ്രോസ് പ്രോഫിറ്റ് ആണെന്നുണ്ടെങ്കിൽ ആ ഗ്രോസ് പ്രോഫിറ്റിൽ നിന്ന്
എല്ലാ എക്സ്പെൻസസും നമ്മൾ ഡിഡക്റ്റ് ചെയ്യണം. അപ്പോൾ നമുക്ക് എക്സ്പെൻസ് ഇൻകം തന്നിട്ടുണ്ടെങ്കിൽ ഇതുപോലെ നിങ്ങൾ സ്റ്റേറ്റ്മെൻറ്റ് വരയ്ക്കുന്ന സമയത്ത് ഒരു ഔട്ടർ കോളം ഒരു ഇന്നർ കോളം എമൗണ്ടിന് കൊടുക്കുക. ഇന്നർ കോളത്തിൽ ഇതേപോലെ എല്ലാ എക്സ്പെൻസും നമ്മൾ ആഡ് ചെയ്തിട്ട് ടോട്ടൽ എമൗണ്ട് ഔട്ടർ കോളത്തേക്ക് എടുത്തെഴുതുക. ഓക്കെ, അപ്പോൾ ഇവിടെ ലെസ് എക്സ്പെൻസസ് എന്തൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത്? ഡിപ്രിസിയേഷൻ, ബാഡ് ഡെപ്റ്റ്, പ്രൊവിഷൻ ഫോർ ഡൗട്ട്ഫുൾ ഡെപ്റ്റ്സ്, പ്രൊവിഷൻ ഫോർ ഡിസ്കൗണ്ട് ഓൺ ഡെപ്റ്റേഴ്സ്, ഔട്ട്സ്റ്റാൻഡിംഗ് എക്സ്പെൻസസ്, ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ, ഇൻകം റിസീവ്ഡ് ഇൻ അഡ്വാൻസ്. ഇൻകം റിസീവ്ഡ് ഇൻ അഡ്വാൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രീപെയ്ഡ് ഇൻകം ആണ്. അപ്പോൾ പ്രീപെയ്ഡ് ഇൻകം എന്ന് പറയുമ്പോൾ നമുക്ക് ആ വർഷം കിട്ടേണ്ട ഇൻകം നമ്മൾ മുൻകൂട്ടി കിട്ടി, അപ്പോൾ അത് നമ്മൾ ലെസ് ചെയ്യണം. ദെൻ ഇൻട്രസ്റ്റ് ഓൺ ബാങ്ക് ലോൺ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ആണ് ഇതിൽ എക്സ്പെൻസ് വരുന്നത്. ഇത് കൂടാതെ നമ്മൾ പ്രൊസീജിയറിൽ പറഞ്ഞിട്ടുള്ളതിലും കുറച്ച് എക്സ്പെൻസ് നമ്മൾ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ എക്സ്പെൻസുകളെല്ലാം എഴുതി അതെല്ലാം ടോട്ടൽ ഇതിന് ശേഷം ടോട്ടൽ എത്ര എക്സ്പെൻസ് വരുന്നുണ്ടോ ആ ടോട്ടൽ നമ്മൾ ഔട്ടർ കോളത്തിലേക്ക് എഴുതിയിട്ട് അത് ഗ്രോസ് പ്രോഫിറ്റിൽ നിന്ന് ലെസ് ചെയ്യാം. അപ്പോൾ അത് ഗ്രോസ് പ്രോഫിറ്റിൽ നിന്ന് ലെസ് ചെയ്യുമ്പോൾ നമുക്കൊരു എമൗണ്ട് കിട്ടും. ആ എമൗണ്ടിൻ്റെ കൂടെ നമ്മൾ ഇൻകംസ് ആഡ് ചെയ്യാം. എന്തൊക്കെയാണ് ഇൻകം വരുന്നത്? അപ്രിസിയേഷൻ ഓഫ് അസെറ്റ്സ്, ദെൻ ഔട്ട്സ്റ്റാൻഡിംഗ് ഇൻകം, പ്രീപെയ്ഡ് എക്സ്പെൻസ്, ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഇതിൽ ഇൻകം ആയിട്ട് മെൻഷൻ ചെയ്തിട്ടുള്ളത്. പ്രൊസീജിയറിൽ നമ്മൾ വീണ്ടും കുറച്ച് ഇൻകം പറഞ്ഞിട്ടുണ്ട്. അതും കൂടെ നിങ്ങൾ നോട്ട് എഴുതുന്ന സമയത്ത് ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തെല്ലാം ഇൻകംസ് ആണ് വരുന്നത് എന്നുള്ളത് ഒറ്റ നോട്ടത്തിൽ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ എല്ലാം ആഡ് ചെയ്തതിന് ശേഷം അതിൻ്റെ ടോട്ടൽ ഇൻകം നമ്മൾ ഔട്ടർ കോളത്തിലേക്ക് എഴുതുക. ദെൻ ഈ എമൗണ്ടിൻ്റെ കൂടെ നമുക്ക് കിട്ടിയിട്ടുള്ള ടോട്ടൽ ഇൻകം ആഡ് ചെയ്യുമ്പോൾ നമുക്കൊരു എമൗണ്ട് കിട്ടും. ആ എമൗണ്ട് ആണ് നെറ്റ് പ്രോഫിറ്റ് എന്ന് പറയുന്നത്. ഇനി നെറ്റ് ലോസ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? എക്സ്പെൻസ് നമ്മൾ ഇവിടെ ലെസ് ചെയ്യാണ് ചെയ്തത്, ആ ലെസ് ചെയ്ത എക്സ്പെൻസ് ആഡ് ചെയ്യണം. ദെൻ ഇൻകം നമ്മൾ ആഡ് ചെയ്യാണ് ചെയ്തത്, ആ ആഡ് ചെയ്ത ഇൻകം നമ്മൾ ലെസ് ചെയ്യണം. ഓക്കെ, അപ്പോൾ അതൊരു നോട്ടായിട്ട് പറഞ്ഞിട്ടുണ്ട്. ദാറ്റ് ഈസ് ഇൻസ്റ്റെഡ് ഓഫ് ഗ്രോസ് പ്രോഫിറ്റ് ഇഫ് ഗ്രോസ് ലോസ് ഈസ് ഒബ്റ്റൈൻഡ്. അപ്പം നമുക്ക് ഗ്രോസ് പ്രോഫിറ്റിന് പകരമായിട്ട് നമുക്ക് കിട്ടുന്നത് ഗ്രോസ് ലോസ് ആണെന്നുണ്ടെങ്കിൽ ദെൻ എക്സ്പെൻസസ് ആൻഡ് ലോസസ് ആർ ആഡഡ്. എക്സ്പെൻസും ലോസും നമ്മൾ എന്ത് ചെയ്യണം? ആഡ് ചെയ്യണം. അതേപോലെ തന്നെ ഇൻകംസ് ആൻഡ് ഗെയിൻസ് ആർ ഡിഡക്റ്റഡ്. ഇൻകംസും ഗെയിൻസും നമ്മൾ ഡിഡക്റ്റ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഇതാണ് സിംഗിൾ എൻട്രി സിസ്റ്റത്തിലൂടെ പ്രോഫിറ്റ് ലോസ് ഫൈൻഡ് ഔട്ട് ചെയ്യുന്ന രീതി. എങ്ങനെ, ഏത് കേസിലാണ്? എക്സ്പെൻസ് അല്ലെങ്കിൽ ഇൻകംസ് നമുക്ക് തന്നിട്ടുണ്ടെങ്കിൽ. ഓക്കെ, നെക്സ്റ്റ് ഇനി ഇതിൽ നമുക്കൊരു പ്രോബ്ലം നോക്കാം. അപ്പോൾ ക്വസ്റ്റ്യൻ നോക്കി നോക്കൂ. ഷാൻ കീപ്സ് ഹിസ് ബുക്സ് അണ്ടർ സിംഗിൾ എൻട്രി സിസ്റ്റം. ഷാൻ അദ്ദേഹത്തിൻ്റെ ബുക്ക് സിംഗിൾ എൻട്രി സിസ്റ്റം മെത്തേഡ് വെച്ചിട്ടാണ് അല്ലെങ്കിൽ ആ ഒരു രീതിയിലാണ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ഹി പ്രൊവൈഡ്സ് യു ദി ഫോളോയിങ് ഇൻഫോർമേഷൻ. അപ്പോൾ ഷാൻ നമുക്ക് കുറച്ച് ഇൻഫോർമേഷൻ തന്നിട്ടുണ്ട്. കാൽക്കുലേറ്റ് നെറ്റ് പ്രോഫിറ്റ് ഫോർ ദി ഇയർ എൻഡിങ് 31 മാർച്ച് 2025. അപ്പോൾ ഈ തന്നിട്ടുള്ള ഇൻഫോർമേഷൻ വെച്ചിട്ട് നമ്മളൊരു നെറ്റ് പ്രോഫിറ്റ് കാൽക്കുലേറ്റ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തൊക്കെ ഇൻഫോർമേഷനാണ് തന്നിട്ടുള്ളത്? ഒന്ന് ക്യാപിറ്റൽ ലോൺ 1/4/2024 ദാറ്റ് ഈസ് ₹1 lakh. ഓക്കെ, അപ്പോൾ ക്യാപിറ്റൽ ലോൺ 1 April 2024 എന്ന് പറയുമ്പോൾ അതെന്ത് ക്യാപിറ്റലാണ്? ഓപ്പണിംഗ് ക്യാപിറ്റലാണ്. ഓക്കെ, ദെൻ അഡീഷണൽ ക്യാപിറ്റൽ ഡ്യൂറിങ് ദി ഇയർ. ആ ഇയറിൽ നമുക്ക് അഡീഷണൽ ആയിട്ട് 20,000 റുപ്പീസിൻ്റെ ക്യാപിറ്റൽ വന്നിട്ടുണ്ട്. ദെൻ ക്യാപിറ്റൽ ഓൺ 31 മാർച്ച് 2025 1,50,000 ആണ്. അതേതാണ്? എൻഡാണ്, ഫിനാൻഷ്യൽ ഇയർ എൻഡ് ചെയ്യുന്ന സമയത്താണ്. അത് നമുക്ക് ക്ലോസിങ് ക്യാപിറ്റലാണ് അല്ലേ? അപ്പോൾ ഒരു ഫിനാൻഷ്യൽ ഇയർ എന്ന് പറയുമ്പോൾ 1 April മുതൽ 31 മാർച്ച് വരെയാണ് വരുന്നത്. അപ്പോൾ 1 April എന്ന് പറയുന്നത് ആ ഫിനാൻഷ്യൽ ഇയറിൻ്റെ ഓപ്പണിങ്ങും 31 മാർച്ച് എന്ന് പറയുന്നത് ഫിനാൻഷ്യൽ ഇയറിൻ്റെ ക്ലോസിങ്ങും ആണ്. ഓക്കെ, ക്ലോസിങ് ക്യാപിറ്റൽ തന്നു. പിന്നെ നമുക്ക് കുറച്ച് എക്സ്പെൻസസും ഇൻകംസ് ഒക്കെ തന്നിട്ടുണ്ട്. ഔട്ട്സ്റ്റാൻഡിംഗ് സാലറി 8,000 റുപ്പീസ്, ദെൻ ഡ്രോയിങ്സ് ഡ്യൂറിങ് ദി ഇയർ 12,000 റുപ്പീസ്, പ്രീപെയ്ഡ് ഇൻഷുറൻസ് 4,000, റെൻറ്റ് ഡ്യൂ ബട്ട് നോട്ട് റിസീവ്ഡ് 5,000. ഓക്കെ, അപ്പോൾ ഇവിടെ റെൻറ്റ് ഡ്യൂ ബട്ട് നോട്ട് റിസീവ്ഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? റെൻറ്റ് ഡ്യൂ ആയിട്ടുണ്ട് പക്ഷെ റിസീവ് ചെയ്തിട്ടില്ല. അപ്പോൾ റിസീവ് ചെയ്യാന്ന് പറയുമ്പോൾ എന്താ ഉദ്ദേശിക്കുന്നത്? റെൻറ്റ് നമ്മൾ കൊടുക്കല്ലേ ചെയ്യുന്നത്, റെൻറ്റ് നമുക്ക് കിട്ടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ റെൻറ്റ് കിട്ടുമ്പോൾ അത് ഇൻകം ആണ്. ആ ഇൻകം നമുക്ക് ഡ്യൂ ആയിട്ടുണ്ട് പക്ഷെ അത് റിസീവ് ചെയ്തിട്ടില്ല. അപ്പോൾ അതെന്തായിട്ടാണ് കിടക്കുന്നത്? ഔട്ട്സ്റ്റാൻഡിംഗ് ഇൻകം ആയിട്ടാണ് കിടക്കുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് പ്രീപെയ്ഡ് ഇൻഷുറൻസ് പറഞ്ഞിട്ടുണ്ട്. പ്രീപെയ്ഡ് ഇൻഷുറൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇൻഷുറൻസ് കൊടുക്കാനുള്ളതാണ് പക്ഷെ ഈ ഇയറിൽ കൊടുക്കേണ്ടതല്ല, നെക്സ്റ്റ് ഇയറിൽ കൊടുക്കേണ്ടതാണ്. അത് നമ്മൾ മുന്നേ കൊടുത്തു, അതാണ് പ്രീപെയ്ഡ്. മുൻകൂട്ടി നമ്മൾ പേ ചെയ്തു, അതാണ് പ്രീപെയ്ഡ്. അതിന് നമുക്ക് വേറെ രീതിയിൽ എങ്ങനെ പറയാം? ദാറ്റ് ഈസ് ഇൻഷുറൻസ് പെയ്ഡ് ഇൻ അഡ്വാൻസ് എന്ന് പറയാം അല്ലേ? അപ്പോൾ ഇൻഷുറൻസ് പെയ്ഡ് ഇൻ അഡ്വാൻസ് ആണ്. അപ്പോൾ ഈ വർഷത്തിലുള്ളതല്ല, നെക്സ്റ്റ് ഇയറിലുള്ളതാണ്. സോ അതുകൊണ്ട് തന്നെ അത് നമ്മൾ ഇൻകം ആയിട്ടാണ് പരിഗണിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൽ ഔട്ട്സ്റ്റാൻഡിംഗ് സാലറി എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ സാലറി കൊടുക്കാനുണ്ട് പക്ഷെ അത് കൊടുത്തിട്ടില്ല. ഓക്കെ, അപ്പോൾ അത് ഔട്ട്സ്റ്റാൻഡിംഗ് ആയിട്ട് കിടക്കുകയാണ്. ഈ വർഷം നമുക്ക് സാലറി എംപ്ലോയീസിന് കൊടുക്കാനുള്ളതാണ്, അത് കൊടുത്തിട്ടില്ല. അപ്പോൾ നമ്മൾ കൊടുക്കേണ്ടതാണ്, അത് നമ്മളുടെ എക്സ്പെൻസ് ആണ്. അപ്പോൾ അത് ഏതിൽ വരും? എക്സ്പെൻസസിൽ വരും. ഡ്രോയിങ് ഡ്യൂറിങ് ദി ഇയർ നമുക്ക് ഇതിൻ്റെ കൂടെ
ക്ലോസിംഗ് ക്യാപിറ്റലിൻ്റെ കൂടെ ആഡ് ചെയ്യാനുള്ളതാണ്. പ്രീപെയ്ഡ് ഇൻഷുറൻസ് നമ്മൾ പറഞ്ഞു, ദെൻ റെന്റ് ഡ്യൂ ബട്ട് നോട്ട് റിസീവ്ഡ് അതും പറഞ്ഞു. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ സൊല്യൂഷൻ എങ്ങനെയാണ് വരിക, എങ്ങനെയായിരിക്കും സൊല്യൂഷൻ വരിക? ആദ്യം നമ്മൾ എന്ത് ചെയ്യണം, ക്ലോസിംഗ് ക്യാപിറ്റൽ എത്രയാണെന്നുള്ളത് നോക്കണം. ക്ലോസിംഗ് ക്യാപിറ്റൽ എത്ര വരുന്നത്? 1,50,000 അല്ലേ? ദെൻ ഈ 1,50,000 കൂടെ നമ്മൾ എന്ത് ആഡ് ചെയ്യണം? ഡ്രോയിങ്സ് ആഡ് ചെയ്യണം. അപ്പോൾ ഡ്രോയിങ്സ് എന്ന് പറയുന്നത് 12,000 ആണ്. അപ്പോൾ 12,000 നമ്മൾ ആഡ് ചെയ്യണം. ദെൻ ഈ ആഡ് ചെയ്ത എമൗണ്ടിൽ നിന്ന് നമ്മൾ എന്ത് കുറക്കണം? അഡീഷണൽ ക്യാപിറ്റൽ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഈ അഡീഷണൽ ക്യാപിറ്റൽ കുറക്കണം. അപ്പോൾ ലെസ് അഡീഷണൽ ക്യാപിറ്റൽ എത്ര വരുന്നത്? 20,000 ആണ് വരുന്നത്. അപ്പം നമുക്ക് അഡീഷണൽ ക്യാപിറ്റൽ കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ദാറ്റ് ഈസ് അഡ്ജസ്റ്റഡ് ക്ലോസിംഗ് ക്യാപിറ്റൽ കിട്ടും. ഈ അഡ്ജസ്റ്റഡ് ക്ലോസിംഗ് ക്യാപിറ്റലിൽ നിന്ന് നമ്മൾ ഓപ്പണിംഗ് ക്യാപിറ്റൽ കുറക്കണം. ഓപ്പണിംഗ് ക്യാപിറ്റൽ 1 lakh rupees കുറക്കണം. അപ്പം നമുക്ക് കിട്ടുന്നതാണ് എന്ത്? ഗ്രോസ് പ്രോഫിറ്റ് അല്ലെങ്കിൽ ഗ്രോസ് ലോസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഗ്രോസ് പ്രോഫിറ്റ് ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ കൂടെ നമ്മൾ എക്സ്പെൻസ് ലെസ് ചെയ്യണം. ഗ്രോസ് പ്രോഫിറ്റിൽ നിന്ന് എക്സ്പെൻസ് ലെസ് ചെയ്യണം, ഇൻകംസ് ആഡ് ചെയ്യണം. ഗ്രോസ് ലോസ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ എക്സ്പെൻസ് ആഡ് ചെയ്യണം, ഇൻകംസ് നമ്മൾ ലെസ് ചെയ്യണം. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് നോക്കാം. അപ്പോൾ ഇതിലൊന്നുമില്ല, നമ്മൾ ഈ ഒരു പ്രൊഫോമ വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു പ്രോബ്ലം വർക്കൗട്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ സൊല്യൂഷൻ നോക്കാം. സൊല്യൂഷൻ നോക്കി നോക്കൂ. സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ലോസ് ഫോർ ദി ഇയർ എൻഡിങ് 31 March 2025 അല്ലേ? നമ്മൾ ഹെഡിങ് ഒക്കെ കൊടുത്തു, ഒരു സ്റ്റേറ്റ്മെൻറ്റ് വരച്ചു. അപ്പോൾ സ്റ്റേറ്റ്മെൻറ്റിൽ നമ്മൾ എമൗണ്ട് കോളം 2 കോളം കൊടുത്തിട്ടുണ്ട്. അതൊരു ഇന്നർ എമൗണ്ട് കോളും ഒരു ഔട്ടർ എമൗണ്ട് കോളും. ഔട്ടർ എമൗണ്ട് കോളാണ് ഇത്, ഇന്നർ എമൗണ്ട് കോളാണ് ഇത്. ഓക്കെ, അപ്പോൾ ആദ്യം നമ്മൾ ഫസ്റ്റ് ഐറ്റം ക്ലോസിംഗ് ക്യാപിറ്റലാണ്. ക്ലോസിംഗ് ക്യാപിറ്റൽ എത്രയാണ് വരുന്നത്? 1,50,000 അത് എഴുതി. ദെൻ അതിൻ്റെ കൂടെ നമ്മൾ ഡ്രോയിങ്സ് ആഡ് ചെയ്തു 12,000. അപ്പം നമുക്ക് കിട്ടുന്നത് 1,62,000 ആണ്. ഈ 1,62,000 നിന്ന് നമ്മൾ അഡീഷണൽ ക്യാപിറ്റൽ ലെസ് ചെയ്തു. അഡീഷണൽ ക്യാപിറ്റൽ ഇവിടെ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ളത് 20,000 ആണ്. അപ്പോൾ 1,62,000 നിന്ന് 20,000 കുറക്കുമ്പോൾ നമുക്ക് 1,42,000 കിട്ടും. ഈ 1,42,000 ആണ് എന്ത്? അഡ്ജസ്റ്റഡ് ക്ലോസിംഗ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. ഈ അഡ്ജസ്റ്റഡ് ക്ലോസിംഗ് ക്യാപിറ്റലിൽ ഇനി നെക്സ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? ലെസ് ഓപ്പണിംഗ് ക്യാപിറ്റൽ. അപ്പോൾ ഓപ്പണിംഗ് ക്യാപിറ്റൽ നമ്മൾ ലെസ് ചെയ്യണം. ഓപ്പണിംഗ് ക്യാപിറ്റൽ എന്ന് പറയുന്നത് 1,00,000 രൂപയാണ്, അത് നമ്മൾ ലെസ് ചെയ്തു. അപ്പോൾ ആ പ്രൊഫോമയിൽ നമ്മൾ പറയുന്നത് ഇവിടെ എന്താണ്? അഡ്ജസ്റ്റഡ് ക്ലോസിംഗ് ക്യാപിറ്റലിൽ നിന്ന് ഓപ്പണിംഗ് ക്യാപിറ്റൽ നമ്മൾ കുറക്കണം. കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് കിട്ടണതാണ് എന്ത്? ഗ്രോസ് പ്രോഫിറ്റ് അല്ലെങ്കിൽ ഗ്രോസ് ലോസ്. അപ്പോൾ അഡ്ജസ്റ്റഡ് ക്ലോസിംഗ് ക്യാപിറ്റൽ കുറവും ഓപ്പണിംഗ് ക്യാപിറ്റൽ കൂടുതലും ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഗ്രോസ് ലോസ് ആണ് കിട്ടുക. പക്ഷെ ഇവിടെ നമുക്ക് അഡ്ജസ്റ്റഡ് ക്ലോസിംഗ് ക്യാപിറ്റൽ എന്ന് പറയുന്നത് കൂടുതലാണ് അല്ലേ? 1,42,000 ഉണ്ട്. ഓപ്പണിംഗ് ക്യാപിറ്റൽ എന്ന് പറയുന്നത് 1 lakh rupees ആണ്. അപ്പോൾ 1,42,000 നിന്ന് 1 lakh കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് 42,000 കിട്ടും. ദാറ്റ് ഈസ് ഗ്രോസ് പ്രോഫിറ്റ്. അപ്പോൾ ഗ്രോസ് പ്രോഫിറ്റ് എത്ര കിട്ടി? 42,000. ഇനി നമ്മളോട് പറഞ്ഞിട്ടുള്ള എന്താണ്? ഗ്രോസ് പ്രോഫിറ്റിൻ്റെ കൂടെ എക്സ്പെൻസുകൾ ഉണ്ടെങ്കിൽ അത് കുറക്കണം. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ ഓൾറെഡി പറഞ്ഞു നമുക്ക് വരുന്ന ഒരു എക്സ്പെൻസ് ആണ് എന്ത്? ഔട്ട്സ്റ്റാൻഡിങ് സാലറി. എത്രയാണ്? 8,000. അപ്പോൾ ലെസ് ഔട്ട്സ്റ്റാൻഡിങ് സാലറി 8,000. 42,000 നിന്ന് 8,000 കുറക്കുമ്പോൾ നമുക്ക് 34,000 കിട്ടും. ദെൻ ഈ 34,000 എന്ന് പറയുന്നത് നമുക്ക് എല്ലാ എക്സ്പെൻസും കുറച്ചിട്ടുള്ളതാണ് നെറ്റ് ഗ്രോസ് പ്രോഫിറ്റിൽ നിന്ന്. ഇനി 34,000 കൂടെ നമ്മൾ എന്ത് ആഡ് ചെയ്യണം? എന്തെങ്കിലും ഇൻകം ഉണ്ടെങ്കിൽ അത് ആഡ് ചെയ്യണം. അപ്പോൾ നമുക്ക് ഇവിടെ 2 ഇൻകമാണ് വന്നിട്ടുള്ളത്. ഒന്ന് റെന്റ് ഡ്യൂ ബട്ട് നോട്ട് റിസീവ്ഡും, 2 പ്രീപെയ്ഡ് ഇൻഷുറൻസും. എന്തുകൊണ്ടാണ് അത് ഇൻകം ആയത് എന്നുള്ള റീസണൊക്കെ ഞാൻ പറഞ്ഞു. അപ്പം നമ്മൾ ആഡ് ചെയ്യുക, ആഡ് റെന്റ് ഡ്യൂ ബട്ട് നോട്ട് റിസീവ്ഡ്, അത് ഔട്ട്സ്റ്റാൻഡിങ് ഇൻകം ആണ് 5,000. ദെൻ പ്രീപെയ്ഡ് ഇൻഷുറൻസ് നമുക്ക് വരുന്നത് 4,000. അപ്പോൾ ആ 2 എമൗണ്ട് നമ്മൾ ഇന്നർ കോളത്തിൽ എഴുതി. എന്നിട്ട് അതിൻ്റെ ടോട്ടൽ 9,000 ഔട്ടർ കോളത്തിൽ എഴുതി. അപ്പോൾ 34,000 കൂടെ 9,000 ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 43 കിട്ടും. ദാറ്റ് ഈസ് നെറ്റ് പ്രോഫിറ്റ്. ഓക്കെ, അപ്പോൾ നെറ്റ് പ്രോഫിറ്റ് 43,000 കിട്ടി. അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ഓർ ലോസ് പ്രിപ്പയർ ചെയ്യുന്നത് വെൻ എക്സ്പെൻസസ് ആൻഡ് ഇൻകംസ് ആർ ഗിവൺ അണ്ടർ സിംഗിൾ എൻട്രി സിസ്റ്റം. ഓക്കെ, അപ്പോൾ ഈ 2 രീതിയിലൂടെയാണ് നമ്മൾ സിംഗിൾ എൻട്രി സിസ്റ്റത്തിൽ പ്രോഫിറ്റ് ഓർ ലോസ് അസർട്ടൈൻ ചെയ്യുന്നത്. അപ്പോൾ ഈ 2 മെത്തേഡും നിങ്ങൾക്ക് പഠിക്കാനുള്ള ഒരു എളുപ്പ വഴിയാണ് ഈ ഒരു പ്രൊഫോമ നിങ്ങൾ നന്നായിട്ട് പഠിക്കുക എന്നുള്ളത്. ഇത് പഠിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇൻകം എക്സ്പെൻസ് തന്നിട്ടില്ല എങ്കിലും പ്രോഫിറ്റ് ഓർ ലോസ് അസർട്ടൈൻ ചെയ്യാൻ കഴിയും. ഇനി ഇൻകം എക്സ്പെൻസും തന്നിട്ടുണ്ടെങ്കിലും പ്രോഫിറ്റ് ഓർ ലോസ് അസർട്ടൈൻ ചെയ്യാൻ കഴിയും. അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഈ ഒരു പ്രൊഫോമ പഠിച്ചു വയ്ക്കൽ. ഓക്കെ, അപ്പോൾ ഈ പ്രോബ്ലം എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ കമൻറ്റിൽ അറിയിക്കുക. അതേപോലെ തന്നെ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. അപ്പോൾ ആ ഗ്രൂപ്പിൽ നിങ്ങൾക്ക് വേണ്ട സംശയങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ ഞാൻ ക്ലിയർ ചെയ്ത് തരുന്നതാണ്. ഓക്കെ, അപ്പോൾ ക്ലാസ്സൊക്കെ മനസ്സിലാവുന്നുണ്ടെന്നുണ്ടെങ്കിൽ വീഡിയോസൊക്കെ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഫ്രണ്ട്സിലേക്കൊക്കെ എത്തിക്കുക. Okay.
താങ്ക് യു.